ഇന്ന് ആസാമിലെ ഒരു വില്ലേജ് ഫുഡാണിത്. ചുങ്കപ്പൂട എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി പോലത്തെ ഒരു അരിയുണ്ട്. നല്ല പൊട്ടലരിയാണ്. ആ അരി വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഈ സാധനം ഉണ്ടാക്കുന്നത് പൊതുവെ തണുപ്പ് ഉള്ള സമയത്താണ്. ആ സമയത്താണ് നെല്ലിൻ്റെ വിളവെടുക്കുന്നത്. അപ്പോൾ അതൊരാഘോഷമായിട്ടാണ് അവരെല്ലാവരും അത് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇറച്ചി, മീൻ, സബ്ജി അങ്ങനെ അത് കൂട്ടിയാണ് ഈ സാധനം കഴിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രോസസ്സിങ് വളരെ അധികം വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. ഒരു മുളയിൽ ഇതിന് സെപ്പറേറ്റ് മുള മേടിക്കാൻ കിട്ടും. ആ മുളയിൽ ഈ സാധനത്തിൻ്റെ അരി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ആ മുളയിൽ ഈ സാധനം അരിയും വെള്ളവും കൂടെ നിറയ്ക്കുന്നുണ്ട്. അതെല്ലാം നിറച്ച് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ ഇലകളും അതുപോലെ വൈക്കോലൊക്കെ വെച്ചിട്ട് നല്ലോണം അടയ്ക്കും. അതിനുശേഷം അത് അടുപ്പിലിട്ട് നല്ലതുപോലെ വേവിച്ച് എടുക്കും. 2-3 മണിക്കൂർ വേവിച്ചതിന് ശേഷമാണ് ഈ സാധനം നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല വെന്ത് നല്ല സെറ്റായതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇത് പൂർണ്ണമായിട്ടും വെട്ടി ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഇത് അരി നല്ലോണം വെന്ത് ടൈറ്റായി ഒരു കുഴൽ രൂപത്തിലായിട്ട് വരും. അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ മുള തീയിലിട്ട് ചുട്ടെടുക്കുന്നതിൻ്റേതായ ഒരു ടേസ്റ്റും അതുപോലെ ആ അരി നല്ലതുപോലെ വെന്ത് വരുമ്പോൾ ആ അരിക്ക് പ്രത്യേക ഒരു രുചിയുള്ള ഒരു അരിയാണ്. നമ്മുടെ ബിരിയാണി അരി പോലത്തെ ഒരു അരിയും കൂടെയാണത്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ പുട്ട് പോലെ ഇരിക്കും. പുട്ട് നമ്മൾ അരി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലും അത് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ വളരെ മനോഹരമായിട്ട് ഇരിക്കും. നല്ല ടേസ്റ്റാണ്. സ്നാക്സായിട്ടും മറ്റും ഉപയോഗിക്കാൻ കഴിയും. അനുഭവങ്ങൾ തുടരട്ടെ.